നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗ്രഹസമ്പർക്കം പൊളിഞ്ഞു. വികസന മുന്നേറ്റ ജാഥയ്ക്ക് പങ്കാളിത്തമില്ല. അന്തം വിട്ട CPM തോൽവി ഉറപ്പിച്ചു. CPMന്റെ സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ ദുർബലമായതായി പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംഘടനാ സംവിധാനത്തിലൂടെ ഉണ്ടായ പാളിച്ച പാർട്ടിയുടെ അടിവേരിളക്കുമെന്നാണ് കണ്ടെത്തൽ. ഇത്രയും ഗൗരവകരമായ ഒരു സ്വയം വിമർശനം CPMന്റെ ഒരു വേദിയിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി നേരിട്ട് പങ്കെടുത്ത ഗ്രഹസമ്പർക്ക പരിപാടി വെറും പാത്രം കഴുകൽ മേളയായി സമൂഹ മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടതിന് കാരണം പാർട്ടിക്കുള്ളിലെ തൊഴുത്തിൽ കുത്തുകൾ തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. പാർട്ടി വെറും പരിഹാസമായി മാറിക്കഴിഞ്ഞെന്നും ഭാവി അപകടത്തിലാണ് എന്നും നേതൃത്വം വിലയിരുത്തുന്നു. എന്നാൽ പാർട്ടി നിർദ്ദേശിച്ച പ്രകാരം ഗൃഹസന്ദർശനം നടത്തിയാൽ ജനങ്ങൾ കല്ലെടുത്തെറിയുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഗ്രഹസമ്പർക്ക പരിപാടി പാർട്ടി തീരുമാനിച്ചതുപോലെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. ജനങ്ങളുമായുള്ള ബന്ധത്തിൽ പാർട്ടി സഖാക്കൾക്ക് പോരായ്മ സംഭവിച്ചു എന്നും കീഴ്ഘടകങ്ങൾക്ക് കമ്മിറ്റി സർക്കുലർ അയച്ചു. ഫലപ്രദമായ ഈ ക്യാമ്പയിനോട് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ തിരുത്താൻ എല്ലാ ഘടകങ്ങളും ഇടപെടണം. ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ യോഗം അടിയന്തരമായി ചേർന്ന് പരിപാടികൾ ആസൂത്രണം ചെയ്യണം. പരിപാടി ബൂത്ത് കമ്മിറ്റികൾക്ക് പുറമെ മുൻകാല പാർട്ടി പ്രവർത്തകർ, പാർട്ടി അംഗങ്ങളല്ലാത്ത സജീവ അനുഭാവികൾ, പൊതു സ്വീകാര്യതയുള്ളവർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സഹായ കമ്മിറ്റികൾ രൂപീകരിക്കണം. ഫെബ്രുവരി 10 മുൻപ് ഈ കമ്മിറ്റികൾ നിലവിൽ വരണം. പിന്നീട് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാഗമായി ഇതിനെ പ്രവർത്തിപ്പിക്കണം. വോട്ടർമാരുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധം സ്ഥാപിക്കണം. പാർട്ടിയിൽ നിന്നും വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരണം. ഓരോ ബൂത്തിലും 2 പേരെ മുഴുവൻ സമയ പ്രവർത്തകരായി നിയോഗിക്കണം. ഇവരുടെ പരിശീലനം പഞ്ചായത്ത് നഗരസഭാ അടിസ്ഥാനത്തിൽ നടത്തണം. സ്ത്രീകളുടെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കണം. ഓരോ ബൂത്തിൽ നിന്നും 2 പേരെ ഇതിനായി കണ്ടെത്തണം. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള സ്ത്രീകളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ജനുവരി 15 മുതൽ CPM ഗൃഹസന്ദർശന പരിപാടി ആരംഭിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ സാഹചര്യത്തിലായിരുന്നു പരിപാടി. ഗൃഹസന്ദർശനം നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാത്തതിന് കാരണം തുടർഭരണത്തിന്റെ അലസതയാണ് എന്ന് CPM വിലയിരുത്തി. തുടക്കം മുതൽ കൃത്യമായ വിലയിരുത്തലുകളിലൂടെ ജനകീയ പരിപാടികൾ വിജയിപ്പിക്കുന്ന രീതി ഇത്തവണ പാളിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും നേതൃത്വത്തിൽ ഒഴിഞ്ഞുമാറാൻ ആകില്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ജനുവരി 15 മുതൽ 22 വരെയാണ് CPMന്റെ ഗൃഹസന്ദർശനം തീരുമാനിച്ചത്. എന്നാൽ പദ്ധതിയുടെ അവസാന ദിവസങ്ങൾ നടത്തിയ റിപ്പോർട്ടുകളിൽ കഷ്ടിച്ച് പകുതി ദിവസങ്ങളാണ് സന്ദർശിച്ചത് എന്ന് കണ്ടെത്തിയതോടുകൂടി തീയതി ജനുവരി 31 വരെ നീട്ടി. എന്നിട്ടും 80% പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. തുടർന്ന് ഫെബ്രുവരി 5 വരെ നീട്ടി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജാഥ തുടങ്ങും മുമ്പ് സന്ദർശനം പൂർത്തിയാക്കുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. അത് നേടാൻ കഴിയാത്തത് സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ ദുർബലമാകുന്നത് കൊണ്ടാണ് എന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. ഇതിൽ നിന്നും ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കുമെന്ന് പാർട്ടി മനസ്സിലാക്കുന്നു. 1977 മുതൽ 2000 വരെ ജ്യോതി ബസു ആയിരുന്നു ബംഗാളിന്റെ CPMന്റെ മുഖ്യമന്ത്രി. ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് ബസു സ്ഥാനമൊഴിഞ്ഞപ്പോൾ ബുദ്ധദേവ ആ കസേരയിലെത്തി. 2011 തെരഞ്ഞെടുപ്പിലാണ് 34 വർഷങ്ങൾക്ക് ശേഷം CPM ബംഗാളിൽ അധികാരത്തിന് പുറത്താകുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ തകർച്ചയല്ല. 3.5 പതിറ്റാണ്ട് നീണ്ടുനിന്ന ഭരണത്തിന്റെ തുടർച്ചയായ ഈ തകർച്ച തടയുന്നതിന് CPM നേതൃത്വത്തിന് കഴിയാതെ പോയി. നിലവിൽ കേരളത്തിലെ CPM നേരിടുന്ന പ്രതിസന്ധി 2011 ബംഗാൾ പ്രതിസന്ധിയെ പോലെ രൂക്ഷമാണ്. 1984 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായാണ് രാജീവ് ഗാന്ധി അധികാരത്തിലേറിയത്. ലോക്സഭയിൽ 414 സീറ്റുകൾ നേടിയ കോൺഗ്രസ് പ്രകടനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. 2 സീറ്റുകളാണ് 1984 BJPക്ക് കിട്ടിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ പോലും 1952 364 സീറ്റുകളാണ് കോൺഗ്രസിന് നേടാനായത്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് 1984 രാജീവിനെ തുടച്ചത്. പക്ഷേ 5 വർഷങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസിന്റെ സീറ്റുകൾ 197-ലെത്തി. ബോഫോഴ്സ് അഴിമതിയാണ് രാജീവ് ഗാന്ധിയെ തകർത്തത്. വിശ്വസ്തനും വലം കൈയുമായിരുന്ന VP സിംഗ് തന്റെ മുഖ്യ എതിരാളിയാകുന്നത് രാജീവിന് കണ്ടു നിൽക്കേണ്ടി വന്നു. സദാ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ അമിതാഭ് ബച്ചനും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പമില്ലെന്ന തിരിച്ചറിവ് രാജീവിനെ തകർത്തു കളഞ്ഞു. 2004 ഡൽഹി ഹൈക്കോടതി ബഫോഴ്സ് അഴിമതിയിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്നത് കാണാനുള്ള ഭാഗ്യം രാജീവിന് ഉണ്ടായില്ല. അതാണ് രാഷ്ട്രീയത്തിൽ പ്രതിച്ഛായ തകരുന്നതിന് അധിക സമയം വേണ്ട എന്ന് പറയുന്നത്. കോവിഡ് നൽകിയ പ്രതിച്ഛായയുടെ തണലിലാണ് 2021 പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തിയത്. 2021 അധികാരത്തിലെത്താം എന്ന് കരുതിയ കോൺഗ്രസ് നിസ്സഹായരായി പകച്ചു നിന്നു. എന്നാൽ അതേ പിണറായി ഇപ്പോൾ നേരിടുന്നത് വൻ പ്രതിച്ഛായ നഷ്ടമാണ്. EMSഉം നയനാരും VSഉം നേടിയെടുത്ത പ്രതിച്ഛായയല്ല പിണറായിയുടേത്. ഇവർ 3 പേർക്കും ജനങ്ങളുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിണറായിക്ക് ഇത്തരമൊരു പ്രതിച്ഛായ കൈമുതലാക്കാൻ കഴിഞ്ഞില്ല.
1998 മുതൽ 2015 വരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. ഇത്രയും കാലം തുടർച്ചയായി മറ്റേതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനത്ത് മറ്റൊരു നേതാവ് CPM സംസ്ഥാന സെക്രട്ടറി പദവി ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ കോടിയേരിക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി കൈമാറിയതിന് ഒരു വർഷത്തിനപ്പുറത്ത് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പാർട്ടിയിലും ഭരണത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി എന്നത് വലിയ നേട്ടമായി. എന്നാൽ ആ നേട്ടത്തിൽ ജനാധിപത്യ വിരുദ്ധതയുടെ ചതുപ്പുണ്ട് എന്ന് വിസ്മരിക്കപ്പെട്ടു. പിന്നീട് പിണറായിയുടെ ഓഫീസ് വിവാദങ്ങളുടെ കഴുനിഴലിൽപ്പെട്ടു. അത് CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കി. ജനങ്ങളുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം തകർന്നതാണ് ബംഗാളിൽ CPM-ന് വിനയായത്. ടാറ്റയുടെ നാനോ കാർ പദ്ധതിക്ക് കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ സിംഗൂരിലും നന്ദിഗ്രാമിലും ഉയർന്ന ജനരോക്ഷം കൃത്യമായി തിരിച്ചറിയാൻ CPM-ന് കഴിയാതെ പോയത് ജനങ്ങളുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ്. പാർട്ടിക്കുള്ളിൽ കൃത്യമായ ആത്മപരിശോധന ഉണ്ടായില്ല. പാർട്ടിക്ക് തെറ്റുപറ്റില്ല എന്ന ബോധ്യത്തിലാണ് സർക്കാർ മുന്നോട്ട് പോയത്. 2011 ജനങ്ങൾ നൽകിയ ആ വലിയ തിരിച്ചടി ബംഗാൾ പാർട്ടിയെ കടപുഴുകി കളഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7% താഴെ വോട്ടുകൾ ബംഗാളിലെ CPM നേടിയത്. ഇതേ അവസ്ഥയിലേക്കാണ് കേരളം CPM പൊക്കോണ്ടിരിക്കുന്നത്. കേരളയിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നന്ദിഗ്രാം കേരളത്തിലും ഉണ്ടാകുമായിരുന്നു. പാർട്ടിയുടെ ദേശീയ പദവി നിലനിർത്തി എന്നത് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലുണ്ടായ ഏക നേട്ടം. രാജസ്ഥാനിൽ ജയിച്ചതോടുകൂടിയാണ് CPM-ന്റെ ദേശീയ പാർട്ടി പദവിക്ക് 2033 വരെ ആയുസ് നീട്ടിക്കിട്ടിയത്. കേരളം, ബംഗാൾ, തമിഴ്നാട്, ത്രിപുര എന്നീ 4 സംസ്ഥാനങ്ങളിലാണ് CPM-ന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളതുകൊണ്ട് നിലവിൽ ദേശീയ പാർട്ടിയായി തുടരുന്നത്. ബംഗാളിൽ 2026 സംസ്ഥാന പാർട്ടി പദവി നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സീക്കറിലെ ജയത്തോടെ CPM-ന് രാജസ്ഥാനിൽ കൂടി സംസ്ഥാന പദവി ലഭിക്കും. ബംഗാളിൽ പദവി നഷ്ടമായാലും രാജസ്ഥാനിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പാർട്ടിയായി തുടരാം. തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റിൽ ജയിച്ചതിനാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി തുടരാം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുരയിൽ സംസ്ഥാന പാർട്ടി പദവി നിലവിലുണ്ട്. ദേശീയ തലത്തിൽ CPM-ന് 4 സീറ്റും CPI-ക്ക് 2 സീറ്റും CPIM-ൽ 2 സീറ്റും നേടി. കേരളത്തിലെ ഒന്നിനു പുറകെ തമിഴ്നാട്ടിൽ 2ഇടത്തും രാജസ്ഥാനിൽ 1ഇടത്തുമാണ് CPM ജയിച്ചത്. തമിഴ്നാട്ടിൽ മധുര, ദിണ്ടുക്കൽ മണ്ഡലത്തിലാണ് ജയം. മധുരയിൽ S വെങ്കടേശൻ 2 ലക്ഷത്തിലേറെ വോട്ടിന് വിജയിച്ചു. തമിഴ്നാട്ടിലെ തിരുപ്പൂർ, നാഗപട്ടണം എന്നിവിടങ്ങളിലാണ് CPI-ക്ക് ജയം നേടാൻ കഴിഞ്ഞത്. സെൽവരാജ് 2 ലക്ഷത്തിന്റെ വോട്ടിനും തിരുപ്പൂരിൽ K സുബ്ബരായൻ 1.25 ലക്ഷത്തോളം ജയിച്ചു. ബീഹാറിലെ ആര മണ്ഡലത്തിൽ സുദാമ പ്രസാദ്, കരാക്കാട് മണ്ഡലത്തിൽ രാജാറാം സിംഗ് എന്നിവരും ജയിച്ചു. ഇത്തരത്തിൽ പേരിനു മാത്രം ദേശീയ പദവി നിലനിർത്തുന്ന പാർട്ടിയെ കേരളത്തിൽ നിന്നും ഇല്ലാതാക്കരുത് എന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ അവരുടെ വാക്കുകൾ ചെവികൊള്ളാൻ പിണറായി തയ്യാറായില്ല. ദേശീയ തലത്തിൽ CPM എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. സ്വകാര്യ സർവകലാശാല, സിൽവർ ലൈൻ തുടങ്ങിയ നയവ്യതിയാനങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഭയമാണ്. CPM-ന്റെ സാധാരണ പ്രവർത്തകരാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങേണ്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരെ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അവർ എന്നും മറുപടി നൽകും. അതാണ് കേരളം ബംഗാളാകുമെന്ന് രഹസ്യമായെങ്കിലും പ്രവർത്തകർ പ്രതികരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി ഫോറം ആയി മാറിയെന്നും അതിനാൽ തിരുത്തലിന് PB മുൻകൈ എടുക്കണമെന്നും കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ തുടർഭരണം സാധ്യമാക്കിയതും കണക്കിലെടുത്ത് കേരളത്തിലെ കാര്യങ്ങളിൽ തീർത്തും തലയിടാതെ സുരക്ഷിത അകലം പാലിക്കുകയാണ് എന്ന് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ രീതിയുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ PB-യിലെ പ്രധാനികളുടെ സാന്നിധ്യം തീരെ കുറയുകയെന്ന സ്ഥിതി രൂപപ്പെട്ടിരുന്നു. MA ബേബിയും A വിജയരാഘവനും ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജനറൽ സെക്രട്ടറിയും PB അംഗവും എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും പിണറായിക്ക് മുന്നിൽ അശക്തരാണ്. നേരത്തെ കേരളത്തിൽ നിന്നും തന്നെയുള്ള SRP പങ്കെടുക്കുമ്പോഴുള്ള മൂല്യം പോലും സംസ്ഥാന കമ്മിറ്റി ഇരുവർക്കും നൽകാറില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ബേബിയിന് ശക്തനാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സംസ്ഥാനത്തെ ഭരണം മെച്ചപ്പെടുത്താനുള്ള യോഗങ്ങളിൽ PB-യിലെ പ്രധാനികൾ പങ്കെടുക്കാതിരുന്നതും സുരക്ഷിത അകലം സമീപനമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാണ് വ്യക്തമാകുന്നത്.